ചൂരന്മലയിലെ ഓരോ ജീവിതങ്ങളും നമ്മുടെ കണ്ണു നനയിക്കുന്നതാണ്. അത്തരത്തിലൊരു ജീവിതമാണ് പ്രജിത്തിൻ്റേത്. ചൂരന്മല തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ എന്നെ പഠിപ്പിച്ചത്. സ്ഥിരം ജോലി കിട്ടി ഞാനൊന്ന് നിന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെയും അച്ഛനെയും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അവർ പോയി. ആകെ ഒരു കമ്മലും വളയുമാണ് അമ്മയുടെ ഓർമ്മയ്ക്കായി കിട്ടിയത്. പറയുമ്പോൾ 28 വയസ്സുകാരൻ പ്രജിത്തിന്റെ കണ്ണു നിറഞ്ഞു. ഏലമലപ്പുഴയുടെ കരയിലുണ്ടായിരുന്ന പെരുമ്പുള്ളി വീട്ടിൽ ഇനി പ്രജിത്ത് തനിച്ചാണ്. അച്ഛൻ നരേന്ദ്രനെയും അമ്മ പ്രേമിയും ഉരുളെടുത്തു. ഏകമകനായ പ്രജിത്ത് മാത്രം ബാക്കിയായി. ചൂരൽമല സ്വദേശിയായ പെൺകുട്ടിയുമായി പ്രജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. നവംബർ 3 കല്യാണം. അതിന്റെ ഭാഗമായി വീടിന്റെ അറ്റകുറ്റപ്പണികളും മറ്റൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉരുൾപ്രവാഹത്തിൽ എല്ലാം മണ്ണടിഞ്ഞത്. വീട് പൂർണ്ണമായും ഇല്ലാതായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രജിത്തിന് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിലാണ് ജോലി. പ്രേമയുടെ മൃതദേഹം അന്നു തന്നെ കിട്ടി. പക്ഷെ നരേന്ദ്രന്റെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ജനകീയ തിരച്ചിലും ആരംഭിച്ചു. ദുരന്തമേഖലയെ 6 തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയച്ചത്. സന്നദ്ധ സംഘടനകളും ജനകീയ തിരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് വിവരം. ഇന്ന് ഉച്ചവരെയാണ് തിരച്ചിൽ. വിപുലമായ തിരച്ചിൽ ഞായറാഴ്ച നടത്തിയേക്കും. ദുരന്തത്തിൽ 400-ലധികം പേരാണ് മരിച്ചത്. 131 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മുണ്ടക്കൈ ഉൾപ്പെടുന്നത് റെഡ് കാറ്റഗറിയിലാണെന്നും വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ പറഞ്ഞു. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് 2023 റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മേഖലകളിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കണം. NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ അടിയന്തരമായി നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം വയനാട്ടിലെത്തുന്നുമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത്. വൈകിട്ട് 3:30 സർക്കാർ പ്രതിനിധികളുമായി സംഘം ചർച്ച നടത്തും. നാളെ പ്രധാനമന്ത്രി ജില്ലയിലെത്തുന്നുമുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ജനകീയ തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഇന്നലെയോടെ തിരച്ചിലും രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് കരസേനയുടെ ഒരു ഭാഗം മടങ്ങിയിരുന്നു. കാര്യക്ഷമമായ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് സേനാംഗങ്ങൾ മടങ്ങിയതെന്നും തിരച്ചിൽ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാനല്ല സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനിടെ ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അത് മൃതദേഹമായി കണക്കാക്കൂ എന്നും അതിൽ കുറഞ്ഞവ ശരീരഭാഗമായി കണക്കാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ ഇതുവരെ 195 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.